ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ് സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 59ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഒരു പൈശാചിക അരുവി ഇറങ്ങിപ്പോകാൻ നേരത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാനങ്ങ് ചെല്ലുമ്പോൾ അവന്മാരനെ എടുത്തിട്ടടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയുണ്ടായല്ലോ. സമാനമായൊരു അനുഭവം അമേരിക്കൻ എക്സോസിസ്റ്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ റൊസൈറ്റി എന്ന അച്ഛൻ പങ്കുവെക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അത് വെച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, പിശാചുക്കൾക്കിടയിൽ പല വർഗ്ഗങ്ങൾ കൂടിയതും കുറഞ്ഞതുമുണ്ട്, ശക്തി കൂടിയതും കുറഞ്ഞതുമുണ്ട്. അത് നമ്മൾ 9 ഗണം മാലാഖമാർ നടപ്പിച്ചുണ്ടായ അരുവികളാണ് പിശാചുക്കൾ. അതുകൊണ്ട് തന്നെയാണ് ആ ഗണങ്ങളുടെ വ്യത്യാസം പിശാചുക്കൾക്കിടയിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ പിശാചുക്കളെ മറികടക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കെതിരെയുള്ള തിന്മയുടെ അരുവി ഏത് റാങ്കിൽ കൂടിയതാണ് കുറഞ്ഞതാണെന്നുള്ള തിരിച്ചറിവ് പ്രധാനപ്പെട്ടതാണ് പോരാട്ടം എന്നതിന് വേണ്ടി വരും എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചിന്ത നമുക്ക് എടുക്കാനായിട്ടുള്ളത്, യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്ക് മാത്രമാണ്. ഞാൻ സൂചിപ്പിച്ചതായ സ്റ്റീഫൻ റൊസൈറ്റി എന്നുള്ള അച്ഛൻ ആ ഒരു ഡയറി ഓഫ് ആൻ അമേരിക്കൻ എക്സോസിസ്റ്റ് ആ പുസ്തകത്തിൽ ഇങ്ങനെ അനുഭവം പങ്കുവെക്കുമ്പോൾ അച്ഛനോട് പറയുന്ന കാര്യമാണ്, യഥാർത്ഥത്തിൽ ഇത് ആശ്ചര്യകരമായിരിക്കുന്നു, കൗതുകരമായിരിക്കുന്നു. എന്താണ് പിശാചുക്കൾ ആയിട്ട് മാലാഖ അധപ്പതിച്ചത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവം പറയുന്ന അനുസരിച്ച് സ്വർഗത്തിൽ അങ്ങനെ വസിക്കാൻ ഞങ്ങൾക്ക് പറ്റിയല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മറുതരിച്ച് അവർ ദൈവത്തിന് വിധേയപ്പെടാൻ തയ്യാറാകാതെ സ്വന്തം വഴിക്ക് ഇറങ്ങി തിരിച്ചു. അങ്ങനെയാണല്ലോ അവർ മറുതലിച്ച് അധപ്പതിച്ച് പിശാചുകളായിട്ട് മാറിയത്. അപ്പോൾ സ്വാതന്ത്ര്യം ഉള്ളവരായിട്ട് ഞങ്ങൾ ജീവിക്കും, ഞങ്ങൾക്ക് ഒരു ദൈവത്തിൻ്റെയും കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെന്നപ്പെട്ട അവസ്ഥ വളരെ ദയനീയമായ അടിമത്തത്തിൻ്റെ അവസ്ഥയാണ്. നാരകീയ റാങ്കുകൾ പൈശാചിക അരുവികളുടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്കിടയിലുള്ളൊരു കൂട്ടായ്മയുടെ അനുഭവത്തെപ്പറ്റി നമ്മൾ ചിലപ്പോഴൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ഇപ്പോൾ ശാലോൻ ടെലിവിഷൻകാർ നൽകിയ എപ്രാസ്യാമ്മയെക്കുറിച്ചുള്ള ഒരു ടെലിവിഷൻ പങ്കുവെക്കൽ, അതിനകത്ത് അത് വളരെ നമുക്കറിയാം എപ്രാസ്യാമ്മ ദൈവത്തെക്കുറിച്ച് ഒത്തിരി ഉൾക്കാഴ്ച നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സീരിയലാണ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഞാനിടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്, പിശാചുക്കളുടെ സാന്നിധ്യം അതിനകത്ത് അവതരിപ്പിക്കുമ്പോൾ പിശാചുക്കളുടെ തലവൻ മറ്റ് അരുവികളുമായിട്ട് ചേർന്ന് ഇങ്ങനെ എപ്രാസ്യാമ്മയ്ക്കെതിരെ പൊരുതാനായിട്ട് വരുന്നതായിട്ട്, ഇത് മാത്രമല്ല ലൂസിഫറായിട്ട് കാണപ്പെടുന്ന പിശാചുക്കളുടെ തലവൻ്റെ അവതരിച്ചിരിക്കുന്ന ആ ഒരു അരുവി, അത് അതിൻ്റെ ഡാർലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാര്യയായിട്ട് കാണപ്പെടുന്ന മറ്റൊരു പൈശാചിക അരുവിയെ ചേർത്ത് പിടിച്ച് തോളത്ത് കൈയിട്ട് കൈക്ക് പിടിച്ചൊക്കെ എനിക്ക് നടക്കുന്നതായിട്ട് അതിനെ അവതരിപ്പിക്കുകയുണ്ടായി. മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡാർലിംഗ് എന്ന് വിളിക്കാനായിട്ട് പിശാചുക്കൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് പിശാച് ആകുമായിരുന്നില്ല. കാരണം അത് പിശാച് മുഴുവൻ വെറുപ്പാണ്. പിശാചുക്കളുടെ സ്നേഹമെന്ന് പറയുന്നത് ഇല്ല, വെറുപ്പിൻ്റെ പൂർണ്ണ മൂർത്തിഭാവമാണ് പിശാചുക്കൾ. അവർക്കിടയിൽ സ്നേഹത്തിൻ്റെ ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ശാലോൻ ടിവിയിലെ ആ ഒരു സീരിയൽ അങ്ങനെ അവതരിപ്പിച്ച് ചോദിക്കുമ്പോൾ അത് നമുക്കറിയാം, ആ ഒരു സീരിയൽ ഇങ്ങനെ വീടുകളിരിക്കുന്ന രോഗികളായിരിക്കുന്നവരും പ്രായം ചെന്നവരും സ്ത്രീകളും കുട്ടികളും എല്ലാം കാണുന്ന ഒരു സീരിയലാണ്. എപ്രാസ്യമൊക്കെ പങ്കുവെക്കുന്നത്. അപ്പോൾ പിശാചുക്കളുടെ അവിടെ തനി നിർത്തി അവതരിപ്പിക്കാൻ പോയാൽ അത് ആൾക്കാർക്ക് ഭയമുണ്ടാക്കിയേക്കും. അതുകൊണ്ട് പിശാചുക്കൾ അല്പം ഒരു തമാശ രീതിയിൽ അങ്ങ് അവതരിപ്പിച്ച് കാർട്ടൂൺ പോലെ അവതരിപ്പിച്ച് പോയെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പിശാചുക്കളുടെ ഒരിക്കലും സ്നേഹമില്ല. അവർക്കിടയിൽ പിന്നെ എന്താ ഒരു കൂട്ടായ്മ, രാജ്യമായിട്ട് നിൽക്കുന്നത് എന്താ? നമ്മൾ മത്തായിയുടെ സുവിശേഷം 12ാമത്തെ അധ്യായത്തിൽ 22 മുതൽ വാക്യങ്ങളിൽ ഈശോ ഇങ്ങനെ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുമ്പം ബേൽസെബൂലിനെ കൊണ്ട് ആ പിശാചിനെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ പരിസയർ ആക്ഷേപം പറയുന്ന രംഗത്ത് ഈശോ കൊടുക്കുന്ന മറുപടി നമുക്കറിയാം. അവിടെ ഈശോ പറയുമല്ലോ, സാത്താനെ ബഹിഷ്കരിച്ചാൽ അവൻ്റെ രാജ്യം അങ്ങനെ നിലനിൽക്കും. സ്വയം തനിക്കെതിരെ ഭിന്നിക്കുന്ന ഒരു ഭവനവും രാജ്യവും നിലനിൽക്കുകയില്ല. പിശാചുക്കൾക്കിടയിൽ ഭിന്നിപ്പില്ല എന്ന് അതിൻ്റെ സൂചന വരാൻ പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പിശാചുക്കൾക്കിടയിൽ ഭിന്നിപ്പില്ല, ഒരു കൂട്ടായ്മയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ സ്റ്റീഫൻ റൊസൈറ്റി അച്ഛൻ വ്യക്തമാക്കുകയാണ്. നമുക്കത് അറിയാതെ ഈ കാര്യം പറയാണ്, അവരെ ഒന്നിപ്പിക്കുന്ന ഏക കാര്യം ദൈവത്തോടും മനുഷ്യരോടുമുള്ള അവരുടെ വെറുപ്പാണ്. ഈ വെറുപ്പിൻ്റെ കാര്യത്തിൽ അവർ ഒരു അവസ്ഥയിലാണ്, ഒരേ വെറുപ്പിനാൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വെറുപ്പ് വെച്ചുകൊണ്ട് നശിപ്പിക്കാനുള്ള ത്വരയോടുകൂടെ അവർ അങ്ങ് പ്രവർത്തിക്കുന്നു. അതാണ് അവിടെ കൂട്ടായ്മയെന്ന് പറയുന്നത്. ശരിക്കും കൂട്ടായ്മയല്ല. അതുകൊണ്ട് അവർക്കിടയിലേക്ക് നോക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്
ഈ വെറുപ്പിൽ അവരൊന്നായിരിക്കുന്നു. പക്ഷെ വെറുക്കുന്ന വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും. അങ്ങനത്തെ ഒരു അപകടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള എന്തെങ്കിലും ഒരു കൂട്ടായ്മ ഒരുമിച്ചുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിലുള്ള മാനദണ്ഡമെന്ന് പറയുന്നത്, അടിസ്ഥാന ഇന്നർ ഡൈനമിക്സ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അല്ല, ലക്ഷ്യബോധത്തിൻ്റെ അല്ല, ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഐക്യബോധത്തിൻ്റെ അല്ല, മറിച്ച് ഭീഷണിപ്പെടുത്തലിൻ്റെതാണ്. മുകളിലുള്ള അരൂപി കീഴെ ഉള്ളവയെ ക്രൂരമായിട്ട് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച് അങ്ങനെ വരച്ച വരെ നിർത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 25-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, വിജാതിയരുടെ ഇടയിൽ അധികാരികൾ പ്രമാണിത്വം പുലർത്തുന്നു, യജമാനത്വം പ്രയോഗിക്കും. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ ഒന്നാമനും അങ്ങനെ ആഗ്രഹിക്കുന്നതിന് എല്ലാ അവസാനത്തവനായിരിക്കണം. മനുഷ്യപുത്രൻ്റെ മാതൃക ഈശോ വേണ്ടി കാണിക്കാൻ ഞാൻ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനുള്ള, ശുശ്രൂഷിക്കാനും അനേകം മോചനദ്രവ്യ സ്വന്തം ജീവൻ അർപ്പിക്കാനും വേണ്ടി വന്നിരിക്കുന്നു. അതുപോലെ ആയിരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 25-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ദൈവജനത്തിൻ്റെ ഇടയിൽ, ദൈവമക്കളുടെ ഇടയിൽ എങ്ങനെ ആയിരിക്കണം തൻ്റെ തന്നെ മാതൃക ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാൻ, മറ്റുള്ളവരുടെ മോചനത്തിന് വേണ്ടി സ്വയം സ്വന്തം ജീവൻ ഒരു മോചനദ്രവ്യമായി അർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ദൈവം അങ്ങനെയാണ്. ദൈവം സ്വയം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ അങ്ങനെ ആയിരിക്കണം. അപ്പസ്തലന്മാരെ നിങ്ങൾക്കിടയിൽ ഉടനെ നമ്മളും ക്രൈസ്തവ വിശ്വാസികളായിരിക്കുന്ന ഒരിക്കലും അധികാരം പ്രയോഗിച്ച് യജമാനത്വം പുലർത്തിക്കൊണ്ട് അല്ല കാര്യങ്ങൾ നടത്തേണ്ടത്. അധികാരം പ്രയോഗിച്ച് യജമാനത്വം പുലർത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്താൻ നോക്കുന്ന പൈശാചികമാണ്. ഏകസത്യദൈവത്തെ അറിയാത്ത ജനതകൾ, അല്ലെങ്കിൽ ഏകസത്യദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് വന്ന ഈശോ നമുക്ക് കാണിച്ചു തരുന്ന സുവിശേഷത്തിൻ്റെ പാത അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, വിശ്വാസ മേഖലകൾ ഒക്കെ പെരുമാറുന്നത് അധികാരം പ്രയോഗിച്ചുകൊണ്ടാണ്. വരച്ച വര നിർത്താനായിട്ട് നോക്കുകയാണ്. അധികാരിക്കെതിരെ, ദൈവത്തിനെതിരെ എന്തെങ്കിലും നിസ്സാരമായ ഒരു കാര്യം പറയുകയോ ചിന്തിക്കുകയോ അല്ലെ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ വ്യക്തി അപ്പം തന്നെ തീർത്ത് കളയുകയാണ്. കൈ പൊക്കി എന്തെങ്കിലും ദൈവത്തിനെതിരെ പറയുന്നത് കൈ വെട്ടിക്കളയുക, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുക, അങ്ങനെയുള്ള അത് കർക്കശമായ രീതികൾ പല അക്രൈസ്തവ മേഖലകളിലും കാണുന്നതിൻ്റെ പുറകിലുള്ള ആശയം ദൈവം ഇതുപോലെ കാർക്കശ്യം പുലർത്തുന്ന വ്യക്തിയാണ് അധികാരം പ്രയോഗിക്കുന്നുള്ളതാണ്. പക്ഷെ അധികാരം പ്രയോഗിച്ചുകൊണ്ട് അടിമത്തത്തിന് കീഴിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്തുന്ന തലവനെന്ന് പറയുന്ന സാത്താനാണ്. ദൈവം ഒരിക്കലും അങ്ങനെയല്ല. പർദീസയിൽ നമുക്ക് ആദ്യ രംഗം നമ്മൾ കാണുമ്പോൾ ഉൽപ്പത്തി 3-ൽ 2-ാമത്തേതിലും 3-ാമത്തേതിലും പർദീസയിൽ നന്മതിന്മയുടെ വൃക്ഷം, ജീവൻ്റെ വൃക്ഷം കാണിച്ചെന്ന് തമ്പുരാൻ പറഞ്ഞത്, അത് തിന്നരുത്, ഇത് പറിച്ചത് നിങ്ങൾ മരണമുണ്ടാകും, നിങ്ങൾ മരിച്ചു പോകും. അതല്ലാതെ ദൈവം അവിടെ ഒരിക്കലും അധികാരം ഭരിച്ചിട്ട് വരുന്നില്ല. ഹൗവ പടം പറിക്കാനായിട്ട് പോകുന്ന രംഗം നമ്മളത് ഭാവന കണ്ടു കഴിഞ്ഞാൽ അത് അപ്പുറത്തോളം വിശ്രമിച്ചിരിക്കുകയായിരിക്കുക. ഹൗവ ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് നടന്ന് ചെല്ലുന്നു, ഈ തോട്ടത്തിലേക്ക് ചെന്ന് കയറുന്നു, ആ മരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇത് ദൈവം കാണുന്നുണ്ടല്ലോ. ആ മരത്തിൻ്റെ അടുത്ത് സർപ്പത്തോട് സംസാരിക്കുന്നു, കൈ നീട്ടി പഴം പറിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം തമ്പുരാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ദൈവം അവിടെ നിന്നുകൊണ്ട് ആരാടി എവിടെ പോവാ, തൊട്ട് പോകരുത്, മറിപ്പൊടി, ഇങ്ങനെ വഴക്ക് പറഞ്ഞ് പേടിപ്പിച്ച് ആട്ടി ഓടിച്ച് വരച്ച വരെ നിർത്താൻ നോക്കുന്നതായിട്ട് കാണുന്നില്ല. അവിടെ മുതൽ ഇതുവരെ എപ്പോഴും അങ്ങനെയാണ്. സുഹൃത്തുത്തിൻ്റെ ഉപമയിലും അപ്പൻ മോന് വീതം ചോദിക്കുമ്പോൾ വീതം കൊടുക്കുകയാണ്. പാപം ചെയ്യാൻ അനുവദിക്കാൻ മാത്രം പോലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. പത്രോസ് തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിട്ടും പത്രോസിന് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഈശോ, തിരിച്ചു വന്ന് സഹോദരൻ ശക്തിപ്പെടുത്തുന്നു പറയുന്ന ഈശോ, ദൈവം എപ്പോഴും സ്വാതന്ത്ര്യം തരുന്നു. ദൈവത്തിൻ്റെ വഴിയെ പോകുമ്പോൾ ചിലപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് തോന്നും. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 28, 29, 30 വാക്യങ്ങൾ കാണാമല്ലോ. നിങ്ങൾ എൻ്റെ മുഖം വഹിച്ചുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾ ആശ്വാസം പ്രാപിക്കും. ഈശോയുടെ വചനത്തിൻ്റെ വഴി മുഖം പോലെ തോന്നും. പക്ഷെ ആ മുഖം, നമ്മൾ ദൈവത്തിൻ്റെ വചനമാകുന്ന മുഖം എടുക്കാൻ തയ്യാറായാൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വരും. മറിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയാണ്, ഒരു ശ്വാസം മുട്ടലാണെന്ന് ധൂർത്തപുത്രനെ പോലെ നമ്മൾ ചിന്തിച്ചാൽ, ധൂർത്തപുത്രൻ ചിന്തിച്ച് അങ്ങനെയാണ്. അപ്പൻ്റെ വീട്ടിൽ താമസിക്കുന്നത് ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പൻ പറഞ്ഞതെല്ലാം അനുസരിക്കണം, പറ്റിയല്ല. അവിടെ അവനവൻ്റെ വഴിക്ക് വേണം, സ്വാതന്ത്ര്യം വേണം. അങ്ങനെ ഇറങ്ങി തിരിച്ച് അവൻ എവിടെ ചെന്നു? അവസാനം പന്നിക്കൂട്ടിലെ നിസ്സഹായതയിൽ, അടിമത്തത്തിൽ അവൻ ചെന്ന് പെടുകയാണ്. ഇതുതന്നെയാണ് പിശാചുക്കൾ ദൈവത്തോട് മറുതലിച്ചിട്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് ഇറങ്ങിത്തിരിച്ചു. അവർ ചെന്ന് ഇപ്പോൾ പെട്ടിരിക്കുന്ന അവസ്ഥ ഭീകരമായ അടിമത്തത്തിലാണ്. സാത്താൻ ഏറ്റവും ടോപ്പിൽ അടിച്ചമർത്തുന്നു. അതിൻ്റെ കീഴിലുള്ള ഓരോ പിശാചിക അരുവികളും കീഴിലുള്ളവയെ അടിച്ചമർത്തി വരച്ച വരെ നിർത്തി ഭീകരമായി പീഡിപ്പിച്ച് കൊണ്ട് നടക്കുകയാണ്. ഭീകരമായ അടിമത്തിലേക്ക് ചെന്നിരിക്കുകയാണ്.
ഇപ്പം നമ്മളുടെ ലൈഫിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നത് ഒരു സ്വാതന്ത്ര്യക്കുറവാണ്, ഒരു നിസ്സഹായത ചുരുക്കി ചിന്തിക്കരുത്. അത് അടിമത്തമല്ല, സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗ്ഗമാണ്. ഈശോ പറയുന്നില്ല യോഹന്നാൻ 8:31 വാക്യങ്ങളിൽ തന്നെ വിശ്വസിച്ച യഹൂദരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യം അറിയും, സത്യങ്ങളെ സ്വതന്ത്രരാക്കും. ഇത് ഒന്നാമത്തെ കാര്യം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കും. രണ്ടാമത്തേത്, നമ്മുടെ പെരുമാറ്റത്തിൽ ഒരിക്കലും മറ്റുള്ളവരെ വരച്ച വരെ നിർത്തി ഭീഷണിപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോകുന്ന രീതി എടുക്കരുത്. അത് ദൈവികമല്ല, പൈശാചികമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.